മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡെലിവറി കഴിഞ്ഞ ശേഷമുള്ള കേസുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഒത്തിരി പരാതികൾ കേൾക്കാറുണ്ട്. കുട്ടീനെ നോക്കുന്നതിൽ ആവശ്യത്തിന് സഹായം കിട്ടാത്ത അമ്മമാർ, ഒത്തിരി ക്രിട്ടിക്കൽ കമൻസ് വിരുന്നു വരുന്നവരും ബന്ധുക്കളും ഒക്കെ കുട്ടീനെ കാണാനായിട്ട് വരുമ്പോൾ അമ്മയെ ഒത്തിരി വിഷമിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നത്, നല്ലൊരു അമ്മയാണോ, നല്ല പാല് ഇല്ലേ, പാല് കൊടുക്കുന്നില്ലേ, കുട്ടിയെ നന്നായിട്ട് നോക്കുന്നില്ലേ എന്ന രീതിയിൽ പറയുമ്പോഴത്തേക്ക് അമ്മയിൽ ഒത്തിരി സംശയം ഉളവാക്കി കുറ്റബോധത്തിലൂടെ കടന്നു പോകുന്ന അമ്മമാർ. ഒരു ജോലിയിലും കുട്ടിക്ക് നോക്കുന്ന കാര്യത്തിലോ അമ്മയ്ക്കൊന്ന് റെസ്റ്റ് എടുക്കുന്നതിന് ഒരു ഹെൽപ്പും കൊടുക്കാത്ത ഫാമിലിയിൽ നിന്ന് വരുന്ന ആൾക്കാർ. എന്നാൽ അതേപോലെ തന്നെ നല്ല സപ്പോർട്ട് കൊടുക്കുന്ന പാർട്ട്നേഴ്സ്, ഫാമിലി മെമ്പേഴ്സ് ക്രിട്ടിക്കൽ കമൻസ് ഒന്നും കൊടുക്കാതെ എല്ലാ കാര്യത്തിലും അമ്മയും കെയർ ചെയ്ത് കുട്ടിയെയും കെയർ ചെയ്ത് നടക്കുന്ന ഫാമിലിയിൽ നിന്നുള്ള ആളുകളെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, സപ്പോർട്ട് കിട്ടുന്ന ഫാമിലിയിൽ നിന്നും സപ്പോർട്ട് കിട്ടാത്ത ഫാമിലിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനായിട്ട് പേഷ്യൻസ് എന്നെ കാണുന്നുണ്ട്, ഞാൻ ട്രീറ്റ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ട്. സോ ക്രിട്ടിക്കൽ കമൻസ് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കമൻസ് പറയുന്ന എല്ലാവരുടെയും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നില്ല. സോ ആർക്കൊക്കെയാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരാൻ സാധ്യത കൂടുതൽ, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരുന്നത്? ഈ പറഞ്ഞ സോഷ്യൽ ഫാക്ടേഴ്സ്, ഉദാഹരണത്തിന് ക്രിട്ടിക്കൽ കമൻസ്, ഫാമിലിയുടെ സപ്പോർട്ടൊക്കെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് കാരണമാവുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങളെ പറ്റി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. എന്താണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന കാരണം കൊണ്ടാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് വരാമെന്ന ഒറ്റ കാരണം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒന്നിലധികം കാരണങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തി പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് കടക്കുന്നത്. മനഃശാസ്ത്രപരമായിട്ട് പറയുവാണെങ്കിൽ ബയോ സൈക്കോ സോഷ്യൽ മോഡൽ എന്നറിയപ്പെടുന്ന ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ് ഈ ഫാക്ടേഴ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ, ഒരു പ്രഗ്നൻസിയുടെ സമയത്ത് എന്താ നടക്കുന്നത്? നമ്മുടെ ബോഡിയിൽ ഒത്തിരി ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ ബോഡിയിൽ ഒത്തിരി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിൻ്റെ ബോഡിയിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈസ്ട്രജൻ്റെ അളവ് കൂടുന്നുണ്ട്, പ്രൊജസ്ട്രോണിൻ്റെ അളവ് കൂടുന്നുണ്ട്, HPA ആക്സിസ് എന്നറിയപ്പെടുന്ന സ്റ്റിറോയിഡ് ഉൽപ്പാദിപ്പിക്കുന്ന ആക്സിസിൻ്റെ ഫങ്ഷൻസിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഒരു വ്യക്തിയെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് ആക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഹോർമോൺസിൻ്റെ ഫങ്ഷൻ എന്താ? ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഒരു മൂഡ് നിലനിർത്തുന്നതിൽ ഈ ഹോർമോൺസിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ട് ഈസ്ട്രജൻ്റെ കാര്യം പറയാം. ഈസ്ട്രജൻ എന്നുള്ളത് ഹോർമോൺ ഈ നമ്മുടെ മൂഡിനെ സഹായിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മുടെ മൂഡിന് ആവശ്യം നല്ല നമുക്കൊന്ന് റിലാക്സിങ്, കാമിങ്, സന്തോഷത്തോടെ ഇരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് സെറട്ടോണിൻ. ഈ പ്രഗ്നൻസിയിൽ ഈസ്ട്രജൻ്റെ അളവ് കൂടുന്ന മൂലം ഈ ഈസ്ട്രജൻ ഈ സെറട്ടോണിൻ്റെ അളവ് കൂട്ടാനായിട്ട് സഹായിക്കുന്നു. അതായത് സെറട്ടോണിൻ്റെ സിന്തസിസിനെ സഹായിക്കുന്നു. സെറട്ടോണിൻ്റെ ബ്രേക്ക് ഡൗൺ കുറച്ചിട്ട്, അതിൻ്റെ മെറ്റബോളിസം കുറച്ചിട്ട് സെറട്ടോണിൻ്റെ അളവ് കൂട്ടുന്നു. സെറട്ടോണിൻ പോയി ആക്ട് ചെയ്യുന്ന റിസെപ്റ്റേഴ്സിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടുന്നു. അങ്ങനെ സെറട്ടോണിൻ്റെ അളവ് ബോഡിയിൽ കൂടുന്നതുകൊണ്ട് പ്രഗ്നൻസിയുടെ സമയത്ത് ഒരു കുറച്ച് കാമിങ്, റിലാക്സിങ്, ഒരു കുറച്ച് സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരു എഫക്റ്റ് ബോഡിക്ക് ലഭിക്കുന്നു. അതേപോലെ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോൺ, ഈ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോണും അതേ പ്രത്യേകിച്ച് നമ്മുടെ പ്ലാസൻ്റ, മഷി ഇറങ്ങുക എന്ന് പറഞ്ഞ പ്ലാസൻ്റെയും കൂടെ നല്ലൊരു എമൗണ്ട് പ്രൊജസ്ട്രോൺ ബോഡിയിലേക്ക് പ്രഗ്നൻസിയുടെ സമയത്ത് ലഭിക്കുന്നു. ഈ പ്രൊജസ്ട്രോൺ നേരിട്ടും ഈ പ്രൊജസ്ട്രോണിൻ്റെ മെറ്റബോളൈറ്റ് ആയ അല്ലോപ്രെഗ്നലോൺ എന്ന് പറയുന്ന മെറ്റബോളൈറ്റും നമ്മുടെ ഗാബ എന്ന് പറയുന്ന റിസെപ്റ്റേഴ്സിലും അല്ലെങ്കിൽ ഗാബയുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ ആക്ഷനും നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പം ഡെലിവറി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആദ്യത്തെ ഒരു 24 തൊട്ട്, അതായത് 1 തൊട്ട് 2 ദിവസങ്ങളിൽ പെട്ടെന്ന് ഈ ഒരു ഡിക്ലൈൻ സംഭവിക്കുകയാണ്. അപ്പോൾ സെറട്ടോണിൻ്റെ ആക്ടിവിറ്റി കുറഞ്ഞു, ഗാബയിലുള്ള ആക്ടിവിറ്റി കുറയും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മൂഡിനെ റെഗുലേറ്റ് ചെയ്യുന്നതായതുകൊണ്ട് ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ മൂഡ് ഡിസ്റെഗുലേഷൻ, ഒരു ഡൗൺ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഇടവരും. അങ്ങനെ വരുമ്പോൾ ഈ ജെനറ്റിക് ആയിട്ട് റിസ്ക് ഉള്ള വ്യക്തികൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണും. അതേപോലെ തന്നെ നമുക്കറിയാം, മെറ്റേണൽ ഹോർമോണാണ് ഓക്സിറ്റോസിൻ. കുട്ടിയും അമ്മയും തമ്മിലുള്ള ഒരു ബോണ്ടിങ് കൂട്ടുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഇതിൻ്റെ അളവ് കുറവുള്ള വ്യക്തികളും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട്.
സോ ഇത് എല്ലാ ഡെലിവറിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. ഈ ഈസ്ട്രജന്റെ അളവ് കുറയുന്നു, പ്രൊജസ്ട്രോണിന്റെ അളവ് കുറയുന്നു, പക്ഷെ എല്ലാവരും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതിൽ ബ്രെയിനിൽ ചില ചേഞ്ചസ് വരുന്നു. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്ന വ്യക്തികളും അല്ലാത്ത വ്യക്തികളെയും കൂടെ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പം നമുക്ക് ഫങ്ഷണൽ അനാറ്റമി ഒക്കെ പഠിക്കുന്ന സ്റ്റഡീസ് ചെയ്യുന്ന സമയത്തൊക്കെ മനസ്സിലാക്കിയത് ബ്രെയിനിലെ 3 ഇമ്പോർട്ടൻ്റ് ഏരിയ, നമ്മുടെ ഇമോഷൻസിനെ കണക്ട് ചെയ്യുന്ന അമിഗ്ഡാല എന്നൊരു ഏരിയ, ഹിപ്പോക്യാമ്പസ് എന്നൊരു ഏരിയ, നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് എന്നൊരു ഏരിയ, ഈ ഏരിയയിലൊക്കെ ഒരു അബ്നോർമാലിറ്റി പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉള്ള വ്യക്തികൾക്ക് കണ്ടുവരുന്നുണ്ട്. ഇവ തമ്മിലുള്ള കണക്ഷൻ, അതിന് അമിഗ്ഡാലയും പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് തമ്മിലെ കണക്ഷൻസിനൊക്കെ ഒരു കുറവ് വരികയും ബ്രെയിനിലെ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ ഒരു അബ്നോർമാലിറ്റി ഒക്കെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉള്ള ആളുകൾക്ക് കണ്ടുവരുന്നുണ്ട്. അതായത് ഇപ്പം എല്ലാവരും ഒരേ ഹോർമോണിന്റെ വ്യതിയാനത്തിലൂടെ കടന്നു പോയാലും ജനറ്റിക് ആയിട്ട് സസെപ്റ്റ്, അതായത് ഇപ്പം വ്യക്തികൾക്ക് അല്ലെങ്കിൽ വൾണറബിൾ ആയിട്ടുള്ള വ്യക്തികൾക്ക് ബ്രെയിനിലെ ചേഞ്ചസ് വരികയും അതുവഴി പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് കടന്നു പോകാനായിട്ടും ഇടവരും. അപ്പം എന്താണ് ജനറ്റിക് വൾണറബിലിറ്റി ഉള്ള ആളുകൾ ആരാണ് കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫാമിലിയിൽ ആർക്കെങ്കിലും ഡിപ്രഷനോ അല്ലെങ്കിൽ മറ്റ് ബൈപ്പോളാർ ഡിസോർഡർ എന്തെങ്കിലും സൈക്കാട്രിക് ഇഷ്യൂസ് ഉള്ളവരുണ്ടെങ്കിൽ അവർ ജനറ്റിക്കലി വൾണറബിൾ ആണെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. മറ്റെന്തൊക്കെയാണ് ജനറ്റിക് വൾണറബിലിറ്റി എന്ന് അറിയണമെങ്കിൽ നമുക്ക് ബാക്കി സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിൻ്റെ സമയത്ത് നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇതേപോലെയുള്ള ബയോളജിക്കൽ നമ്മൾ പറയുന്ന മറ്റൊരു കാരണമാണ് സ്ലീപ്പിൻ്റെ പ്രശ്നം. നമ്മുടെ എല്ലാ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കും സ്ലീപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം, കുട്ടീനെ ഫീഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും കുട്ടീനെ കെയർ ചെയ്യേണ്ട സമയത്ത് നമ്മൾ തന്നെ പറയും 2 മണിക്കൂർ കൂടുമ്പോൾ കുട്ടിയെ ഫീഡ് ചെയ്യണമെങ്കിൽ ഒരിക്കലും ഒരു അമ്മയ്ക്ക് 6 മണിക്കൂർ ഉറങ്ങാൻ പറ്റില്ല. 2 മണിക്കൂർ കൂടുമ്പോൾ ഫീഡ് ചെയ്യണം, കുട്ടീനെ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടീനെ ഉറക്കണം, പിന്നെ അടുത്ത 2 മണിക്കൂർ ആകുമ്പോഴത്തേക്കും വീണ്ടും എണീറ്റ് കുട്ടിയെ പാൽ കൊടുക്കണം. അതൊരു സൈക്കിൾ പ്രോസസ്സാണ്. അപ്പോൾ ഒരിക്കലും ആ സമയത്ത് ഒരമ്മയ്ക്കും ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ആ കുഞ്ഞുറങ്ങുന്ന ആ 2 മണിക്കൂർ താഴെയുള്ള ആ സമയത്തായിരിക്കും അമ്മ മാക്സിമം ഉറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഉറക്കത്തിൽ നമ്മൾ നോർമലി 6-8 മണിക്കൂർ ഉറങ്ങിയ വ്യക്തി പെട്ടെന്ന് ഉറക്കത്തിൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, സ്ലീപ്പ് ഡിപ്രൈവേഷൻ വരുന്ന സമയത്ത് സിർക്കാഡിയൻ റിതത്തിൽ പ്രോബ്ലം വരികയും അവർക്ക് ഈ വൾണറബിൾ ആയിട്ടുള്ള ആളുകൾ ഇതുമൂലം ഡിപ്രഷനിലേക്ക് കടന്നു പോകാനായിട്ട് ഇടവരും. ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ഈ കുട്ടി ഉറങ്ങുന്ന സമയത്ത് പോലും നമുക്ക് ഉറങ്ങാൻ കഴിയാത്ത രീതിയിൽ ഉറക്ക പ്രശ്നങ്ങൾ വരും. അത് വ്യത്യസ്തമാണ്. നമ്മൾ ഉറങ്ങാൻ സമയം കിട്ടിയിട്ട് ഉറങ്ങാത്ത രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ഡിപ്രഷനായി. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള സ്ലീപ്പിൻ്റെ കുറവ് കാരണവും നമുക്ക് ഡിപ്രഷനിലേക്ക് പോകാനുള്ള റിസ്ക് കൂടുതലാണ്. ഇനി വൾണറബിലിറ്റി പ്രെഡിക്റ്റ് ചെയ്യുന്ന സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്താണെന്ന് പറയാം. നമ്മുടെ പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകുക, നമുക്ക് ആങ്സൈറ്റി ഉണ്ടാകുക, അല്ലെങ്കിൽ ഇതിന് മുന്നത്തെ ഡെലിവറിയുടെ സമയത്ത് നമ്മൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോയെങ്കിൽ നമുക്ക് ഈ ഡെലിവറിയുടെ സമയത്ത് നമുക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ ചൈൽഡ്ഹുഡ് അബ്യൂസിലൂടെ നമ്മൾ കടന്നുപോയ വ്യക്തിയാണെങ്കിൽ നമുക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മളെല്ലാം ഭയങ്കര പെർഫെക്ഷനിസം നോക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെ പെട്ടെന്ന് ഗിൽറ്റ് വരുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ആങ്സൈറ്റി കൂടുതൽ വരുന്ന ന്യൂറോട്ടിക് ട്രേറ്റ്സ് ഉള്ള ഒരു വ്യക്തിയാണ്, അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു സെൽഫ് എസ്റ്റീം, ഒരു ആത്മവിശ്വാസം കുറവുള്ള വ്യക്തിയാണ്. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾക്കും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അങ്ങനെയുള്ള വ്യക്തികളോട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, കുറച്ച് ആങ്ഷ്യസ് ആണ്, ഒരു ഗിൽറ്റ് ഉള്ള വ്യക്തി അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം കുറവുള്ള വ്യക്തി മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ അത് പെട്ടെന്ന് ഫീൽ ആകാനും സെൽഫ് ഡൗട്ട് വരാനും അതുവഴി വൾണറബിൾ ആയിട്ടുള്ള ആളുകൾ പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലായിട്ട് കണ്ടുവരുന്നു. അടുത്തത് സോഷ്യൽ ഫാക്ടേഴ്സ് ആണ്. നമ്മുടെ ഫാമിലി സപ്പോർട്ടിൻ്റെ കാര്യങ്ങളാണ്. അത് നമ്മുടെ പാർട്ട്ണറിൻ്റെ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ, ഫാമിലിക്കുള്ളിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അത് നമുക്കൊരു ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് നല്ല റിസ്ക് ഉണ്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരാൻ. അതേപോലെ തന്നെ ഇപ്പം ഫിനാൻഷ്യൽ സെക്യൂരിറ്റി മിക്ക ആളുകളും ജോലി ചെയ്യുന്ന ആളുകളാണ്. ഈ ഒരു സമയത്ത് ഒരു ബ്രേക്ക് വരുമ്പോൾ കരിയറിൽ എന്താകും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇടയ്ക്കെങ്കിലും അവരെ അലട്ടും. അതേപോലെ തന്നെ ആ സമയത്ത് സാലറിയുടെ ഇഷ്യൂസ്, തിരിച്ച് ജോലി കയറുന്നതിനെ പറ്റിയുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഒരു ജോബ് ലോസ്, ഒത്തിരി പേരുടെ ജോലി ഈ സമയത്ത് നഷ്ടപ്പെടുന്നുണ്ട്. ഇതൊക്കെ അവരെ മാനസികമായിട്ട് തളർത്തിയും അതിനെ കൂടി ചുറ്റുമുള്ള സ്ട്രെസ്സും കൂടി ആകുമ്പോഴത്തേക്കും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് വൾണറബിൾ ആയിട്ടുള്ള ആളുകൾ പെട്ടെന്ന് കടക്കുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. പിന്നെ ഒബ്സ്ട്രറ്റിക് കോംപ്ലിക്കേഷൻ, നമ്മളെല്ലാം നോർമലായിട്ട് പോയിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് ഒരു എമർജൻസി വന്ന് എമർജൻസി സിസേറിയൻ ആണ് ചെയ്തത്, കുട്ടിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായി, ഡെലിവറി ഒത്തിരി കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയറിലൂടെ കടന്നു പോകേണ്ട വന്നു, കുട്ടിക്ക് എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ ICUവിൽ കിടത്തേണ്ടതായിട്ടൊക്കെ വരിക, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങളായിട്ടൊക്കെ വരിക. ഇങ്ങനെ കോംപ്ലിക്കേഷനിലൂടെ കടന്നു പോകുന്ന, പ്രഗ്നൻസിയിലൂടെ ഡെലിവറിയിലൂടെ കടന്നു പോകുന്ന അമ്മമാരും പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്.
സോ നമുക്ക് ചുറ്റും നമ്മൾ ഒരു കുഞ്ഞിനെ കാണാൻ പോകുമ്പോൾ, അമ്മയെ കാണാൻ പോകുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പറയാതെ, ചിലപ്പം അവർ ഓക്കെ ആയിരിക്കും, ഭയങ്കര ഓക്കെ ആയിട്ടുള്ള വ്യക്തിയായിരിക്കും, പക്ഷെ വൾണറബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ എന്നുള്ള കാര്യം നമുക്ക് പുറമേ നോക്കിയാൽ മനസ്സിലാവില്ല. അപ്പം നമ്മൾ പറയുന്ന ഒരു കമൻ്റ് ആയിരിക്കും അവരുടെ ജീവിതത്തിലെ ഒരു വലിയൊരു അവസ്ഥയിലോട്ട് അവരെ തള്ളിവിടുന്നത്. ഇപ്പം പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് പോയില്ലെങ്കിൽ പോലും സ്വാഭാവികമായിട്ടൊരു 50-80% അമ്മമാർ പോസ്റ്റ്മോർട്ടം ബ്ലൂ എന്നറിയപ്പെടുന്ന ഒരു മൂഡ് ഡിസോർഡറിലൂടെയാണ് കടന്നു പോകുന്നത്. ആ ഒരു സമയത്ത് ഈ പറഞ്ഞ ഹോർമോൺ ഫ്ലക്ച്വേഷൻ എല്ലാവർക്കും വരുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരു മിക്കവർക്കും ഒരു ചെറിയ ലോ മൂഡ്, ടിയർഫുള്ളും സെൽഫ് ഡൗട്ടിലും ഒക്കെ ആയിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ ആ സമയത്ത് പറയുന്ന ഇത്തരം കമൻറ്റ്സ് അവരെ ഒത്തിരി മാനസികമായിട്ട് ബാധിക്കാനും ഈ പറഞ്ഞ ഡിപ്രഷനിലേക്ക് വരെ ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ എപ്പോഴും ഒരു അമ്മയും കുഞ്ഞിനെയും കാണാൻ വരുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം പറയുക, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. നിങ്ങളുടെ ഫാമിലിയിൽ ഒരു കുട്ടി ഉണ്ടാകുകയാണെങ്കിൽ കുട്ടിയെ കെയർ ചെയ്യുന്ന പോലെ തന്നെ അമ്മയും കെയർ ചെയ്യുക. അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കാനുള്ള കാര്യങ്ങൾ നോക്കുക, കുട്ടിയുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യുക, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. അവർ കുട്ടി ഉറങ്ങുന്ന സമയത്ത് അവർക്ക് അഡിക്വേറ്റ് ആയിട്ട്, മിക്കവരും കുട്ടി ഉറങ്ങുന്ന സമയത്താണ് വീട്ടിലെ ജോലികൾ ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടി ഉറങ്ങുന്ന സമയത്ത് അവർക്ക് അഡിക്വേറ്റ് ആയിട്ട് സ്ലീപ്പ് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ പറ്റിയുള്ള മറ്റെന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, എങ്ങനെ ചികിത്സിക്കുക, എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ പറ്റി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.